കണ്ണൂർ മുൻ എ.ഡി.എം നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണമില്ല. സിബിഐ അന്വേഷണം ആവശ്യമില്ല എന്ന നിരീക്ഷണം ഹൈക്കോടതി നടത്തിയിരിക്കുന്നു. നവീൻ ബാബുവിന്റെ ഭാര്യ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുകയാണ്. സാലി മുഹമ്മദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാലി, ഈ കാര്യത്തിൽ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ശരിവച്ചിരിക്കുകയാണ്. നിലവിൽ സിബിഐ ഇടപെടേണ്ടുന്ന സാഹചര്യമില്ല. ആ നിലയിൽ ഒരു അന്വേഷണം, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നിലവിലെ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് ഹൈക്കോടതി. അതായത് ഈ നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സിംഗിൾ ബെഞ്ചിൽ ഭാര്യ മഞ്ജുഷ ഒരു ഹർജി നൽകിയിരുന്നു. മുമ്പ് ജനുവരി 6 തള്ളി സർക്കാർ വാദം അംഗീകരിച്ചുകൊണ്ട് നിലവിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം തുടരട്ടെ എന്ന് സിംഗിൾ ബെഞ്ച് പറഞ്ഞിരുന്നു. അതിനെതിരെ മഞ്ജുഷ ഒരു അപ്പീൽ സമർപ്പിച്ചു. ആ അപ്പീലാണ് ഡിവിഷൻ ബെഞ്ച് ഇന്ന് വിധി പറഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വാദം കേട്ടിരുന്നു. അതായത് സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശരിവെച്ചു. CBI അന്വേഷണം ആവശ്യമില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ നിലപാട്. അങ്ങനെ ഒരു ഉത്തരവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശരിവെച്ചു, CBI അന്വേഷണം ആവശ്യമില്ലെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നു. ഭാര്യ മഞ്ജുഷയുടെ പ്രധാനപ്പെട്ട ആരോപണം ഇത് ആത്മഹത്യയാണോ എന്ന് തന്നെ സംശയമുണ്ട്. കൊലപാതകമാകാം, കൊന്നതിന് ശേഷം കെട്ടിത്തൂക്കിയതാണ് എന്ന് താൻ സംശയിക്കുന്നു. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഒക്കെ ഒരുപാട് പോരായ്മകളുണ്ട്. മാത്രമല്ല പ്രതിയായിരിക്കുന്നയാൾ ഭരണസ്വാധീനമുള്ള ആളാണ്. അതുകൊണ്ട് സംസ്ഥാന പോലീസ്, ഒരു സംസ്ഥാന അന്വേഷണ ഏജൻസി അന്വേഷിച്ചാൽ ഇത് നേരാവണ്ണം അന്വേഷണം ആവില്ല, അത് സ്വാധീനിക്കപ്പെടും. അതുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസിയെ CBI വരണം. ഇതായിരുന്നു മഞ്ജുഷയുടെ ആവശ്യം. അത് സിംഗിൾ ബെഞ്ച് നേരത്തെ തള്ളിയിരുന്നു. ഡിവിഷൻ ബെഞ്ചും അതേ സമീപനം സ്വീകരിച്ചിരിക്കുന്നു. ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു ഈ നിലവിലുള്ള അന്വേഷണം തുടരട്ടെ എന്ന് തന്നെയാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ CBI അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ഉയർന്നു വന്ന ഒരു കേസാണ്. അതിൽ സംസ്ഥാന സർക്കാരിനെ പുകമറയിൽ നിർത്താൻ, അന്വേഷണത്തെ സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ രാഷ്ട്രീയമായി അല്ലാതെയും കുറെ ശ്രമങ്ങൾ നടന്നിരുന്നു. ആ ശ്രമമാണ് സിംഗിൾ ബെഞ്ച് ആദ്യം തന്നെ തള്ളിയത്. ആ ശ്രമം സിംഗിൾ ബെഞ്ച് തള്ളിയതിനെ തുടർന്ന് അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ സിംഗിൾ ബെഞ്ച് തള്ളിയതിനെ തുടർന്ന് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീലുമായി ഭാര്യ മഞ്ജുഷ എത്തി. ആ ഡിവിഷൻ ബെഞ്ചും ആ അപ്പീൽ തള്ളി എന്നുള്ളതാണ്. അപ്പൊ അതിനർത്ഥം ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും CBI അന്വേഷണം ആവശ്യമില്ല എന്ന് അസംയുക്തമായി വ്യക്തമാക്കിയിരിക്കുന്നു. ഇനി CBI അന്വേഷണം ഇതിലുണ്ടാവില്ല. സംസ്ഥാന സർക്കാർ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ വിശദമായൊരു അന്വേഷണം നടക്കുകയാണ്. യാതൊരു തരത്തിലുള്ള സ്വാധീനത്തിനും വഴങ്ങിയിട്ടില്ല. ഇതിൽ ആരോപിതയായ ആളെ പ്രതിയെടുത്ത് നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. മാത്രമല്ല ഈ കുടുംബത്തിന്റെ സംശയം തീർക്കുന്നതിന് വേണ്ടി SIT ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ആ അന്വേഷണ സംഘം നല്ലാവണ്ണം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. യാതൊരു തരത്തിലും ഇതിൽ ഏതെങ്കിലും തരത്തിലൊരു നിശ്ചിത താല്പര്യം സർക്കാരിനോ പോലീസിനോ ഇല്ല. അതുകൊണ്ട് നല്ല നിലയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതായിരുന്നു സർക്കാരിന്റെ വാദം. ആ വാദം അംഗീകരിച്ചാണ് ഇപ്പോൾ നടത്തുന്ന അന്വേഷണം നടക്കട്ടെ എന്ന് സിംഗിൾ ബെഞ്ചും അതിനു മുമ്പ് ഡിവിഷൻ ബെഞ്ചും വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഭാര്യ മഞ്ജുഷയുടെ അപ്പീൽ ഹർജി ഹൈക്കോടതി PB സുരേഷ് കുമാർ അധ്യക്ഷനായ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഈ സർക്കാരിന്റെ പ്രധാനപ്പെട്ട വാദഗതികളിൽ നിലവിലുള്ള അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം അത് ശരിയായ ദിശയിൽ കൃത്യമായ അന്വേഷണ പുരോഗതി വിലയിരുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. നേരത്തെ തന്നെ ആ വിഷയത്തിൽ കോടതിയുടെ ഇടപെടലും ഉത്തരവും ആ വിധം തന്നെയായിരുന്നു. അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നുമുണ്ട്. അപ്പോൾ CBI അന്വേഷണം ആവശ്യപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും നിലയിലുള്ള ഒരു പിഴവ് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ അന്വേഷണ സംഘത്തെ മാറ്റണമെന്ന നിലയിൽ ഈ നവീൻ ബാബുവിന്റെ ഭാര്യ സമർപ്പിച്ച ഹർജിയുമായി ബന്ധപ്പെട്ട്, അപ്പീൽ ഹർജിയുമായി ബന്ധപ്പെട്ട് ആ നിലയിൽ ഒരു കൃത്യമായ ഒരു കാരണം ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നില്ല എന്നതുകൂടിയാണ് കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ശരിവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാകുന്നതും. സാലി, അനിവാര്യമാക്കുന്ന ഒരു പിഴവ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടാൻ ഹർജിക്കാരിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ വിലയിരുത്തൽ. മാത്രമല്ല പ്രതിക്ക് ഭരണവിഷയവുമായി ബന്ധമുണ്ടെന്നതിന്റെ പേരിൽ മാത്രം അന്വേഷണം CBIക്ക് കൈമാറാനാവില്ല എന്നുള്ളത്. മാത്രമല്ല അന്വേഷണ സംഘത്തെ സംശയിക്കാൻ യാതൊരു കാരണങ്ങളുമില്ല എന്നും സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് കൗസർ ഇടപ്പകത്ത് അന്ന് വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ആ വിധിന്യായത്തിനെതിരെയാണ് ഡിവിഷൻ ബെഞ്ചിലെത്തിയത്. അപ്പൊ ഡിവിഷൻ ബെഞ്ചും ആ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ശരിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സർക്കാർ വാദങ്ങളെയും സർക്കാർ ഇപ്പോൾ നടത്തുന്ന അന്വേഷണത്തെയും പോലീസിന്റെ നേതൃത്വം ഇപ്പോൾ നടക്കുന്ന SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തുന്ന അന്വേഷണത്തെയും ശരിവെച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആ അന്വേഷണത്തെ സംശയിക്കാൻ, അന്വേഷണ ടീമിനെ സംശയിക്കാൻ ഒരു കാരണവുമില്ല. ഈ ഹർജിക്കാരി പറയുന്ന വാദങ്ങളിൽ കഴമ്പില്ല. അത് തന്നെയാണ് സിംഗിൾ ബെഞ്ചും ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചും കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി CBI അന്വേഷണം നടക്കില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ സാഹചര്യം. മാത്രമല്ല വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇവർ മുന്നോട്ട് വെച്ചിരുന്നത്.
ഇത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് താൻ സംശയിക്കുന്നു എന്നതടക്കമുള്ള വാദങ്ങൾ ഭാര്യ മഞ്ജുഷ പറഞ്ഞിരുന്നു. ആ വാദം ഒന്നും കോടതി അംഗീകരിച്ചിട്ടില്ല. അതിന് തെളിവായി അവർ പറഞ്ഞത് ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിൽ പോരായ്മയുണ്ട് എന്നടക്കം കുറെ കാര്യങ്ങൾ അവർ ഈ സിംഗിൾ ബെഞ്ചിന് മുമ്പാകെയും അപ്പീൽ ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ ഉന്നയിച്ചു. സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും അത് തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അതിൽ ഇനി CBI അന്വേഷണമില്ല. ഇപ്പോൾ നടക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ശരിയാവണ്ണമാണ്. അത് അങ്ങനെ തന്നെ നടക്കട്ടെ എന്നാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചും വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിലവിലുള്ള അന്വേഷണത്തെ സംബന്ധിച്ച്, അന്വേഷണ പുരോഗതിയെ സംബന്ധിച്ച് ഏതെങ്കിലും നിലയിലുള്ള പരാമർശങ്ങൾ കോടതിയിൽ നിന്ന് ഇന്നുണ്ടായോ സാലി? അതായത് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിന്റെ പകർപ്പ് പുറത്തു വന്നിട്ടില്ല. കോടതി ഒറ്റ വാക്കിൽ ഈ ഉത്തരവ് തള്ളി, അപ്പീൽ ഹർജി തള്ളിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കുകയാണ് മാത്രമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ എന്താണ് ഓർഡറിലെ കണ്ടന്റ് എന്ന് വ്യക്തമായിട്ടില്ല. പക്ഷേ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശരിവെച്ചിട്ടുണ്ട്. സിംഗിൾ ബെഞ്ച് ഉത്തരവ് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള സംശയത്തിനും ഇപ്പോൾ സാഹചര്യമില്ല. ഭരണകക്ഷിയായി ബന്ധമുള്ള ഒരാൾ എന്നതിന്റെ പേരിൽ ഒരു തരത്തിലും CBI അന്വേഷണത്തിന് സാധ്യതയുമില്ല. അങ്ങനെ ഉത്തരവിടേണ്ട സാഹചര്യമില്ല എന്നൊക്കെയായിരുന്നു സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് അന്ന് വ്യക്തമാക്കിയത്. അത് ശരിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വിധിന്യായത്തിലെ അതേ വാദങ്ങൾ, അതേ കണ്ടെത്തലുകൾ ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനെതിരെ രാഷ്ട്രീയമായി ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട ഒരു സംഭവമാണിത്. അതിൽ രാഷ്ട്രീയമായി അന്വേഷണ സംഘവും സ്വാധീനിക്കപ്പെട്ടു എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടന്നു. ആ കുടുംബത്തെ അതിനുവേണ്ടി ഉപയോഗിച്ചു. ആ കുടുംബം കോടതിയിൽ പോയി. പക്ഷേ അത് സർക്കാർ നിലപാടിനെ കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആദ്യം സിംഗിൾ ബെഞ്ചും ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചും സർക്കാർ നിലപാടിനെ, പോലീസ് നിലപാടിനെ അംഗീകരിച്ചിരിക്കുന്നതിൽ CBI അന്വേഷണം ആവശ്യമില്ല എന്ന് തന്നെയാണ് ഡിവിഷൻ ബെഞ്ചും വ്യക്തമാക്കുന്നത്. തുടർ നിയമ നടപടികൾ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ ഹൈക്കോടതി തീരുമാനത്തിൽ നിരാശയുണ്ട് എന്ന നിലയിലൊക്കെയാണ് ഇപ്പോൾ കുടുംബത്തിന്റെ ഭാര്യ മഞ്ജുഷയുടെ പ്രതികരണം വന്നിട്ടുള്ളത്. സാലി, മേൽ നടപടികളിലേക്ക് ഒരുപക്ഷെ അവർ പോയേക്കാം. പക്ഷേ ഇപ്പോൾ ഹൈക്കോടതി എടുത്തിരിക്കുന്ന ഈ ഒരു നിലപാട്, അത് സിംഗിൾ ബെഞ്ചിന്റെ വിധി അത് ശരിവെച്ചുകൊണ്ട് ഇപ്പോൾ അപ്പീൽ ഹർജി തള്ളിയിരിക്കുന്ന ഹൈക്കോടതിയുടെ നിലപാട് എന്ന് പറയുമ്പോൾ അത് സംസ്ഥാന സർക്കാർ നിലവിലെടുത്തിട്ടുള്ള ഒരു തീരുമാനത്തെ അല്ലെങ്കിൽ കോടതിയിൽ ഉയർത്തിയ വാദഗതികളെ പൂർണ്ണമായും ശരിവെക്കുന്നതാണ്. ഒപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിലവിലെ പുരോഗതി പൂർണ്ണമായും ശരിവെക്കുന്ന നിലയിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം.